ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ പേസ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ, എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The lengths of the sides of both must be the same. How should the wire be cut? ഒരു 3.5 meters 3.5 മീറ്റർ നീളമുള്ള ഒരു വയർ, അതിനെ 2 പീസായി കട്ട് ചെയ്തു. വിത്ത് 1 പീസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ, ഒരെണ്ണം ബെൻഡ് ചെയ്ത് വളച്ച് ഒരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ 4 സൈഡും ഈക്വൽ ആയിരിക്കും. ആൻഡ് ദി അതർ ഇൻ ടു ആൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ, അപ്പോൾ 3 സൈഡ് അതും ഈക്വൽ ആയിരിക്കും. ദ ലെൻസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. അപ്പോൾ ഇവിടെ സ്ക്വയറിൻ്റെ ഓരോ സൈഡും അതുപോലെ ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും അത് ഈക്വലാണ്. അപ്പോൾ സ്ക്വയറിന് 4 സൈഡും ട്രയാങ്കിളിന് 3 സൈഡും ആകുമ്പോൾ 4 3 7 സൈഡായിട്ട് എടുത്ത് ഇതിനെ 7ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയൊക്കെ നീളത്തിലാണ് ഈ വയർ മുറിക്കേണ്ടത് നമുക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻ ഉണ്ടാക്കി ചെയ്യാം. ഇക്വേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ആലോചിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കണക്കും ഇതേപോലെ എളുപ്പമുള്ളതായിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ എക്സും വൈയും എടുത്തിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒന്നിനെ ഒരു സൈഡ്, ട്രയാങ്കിളിൻ്റെ സൈഡിനെ എക്സ് എന്നും ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഈക്വൽ ടു, ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ, ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 2ആയിട്ട് മുറിച്ചെങ്കിൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനെ ഞാൻ എക്സ് സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് x/3 ആയിരിക്കും. അതുപോലെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്, സ്ക്വയറിൻ്റെ ടോട്ടൽ ലെന്തിന് അല്ലെങ്കിൽ പെരിമീറ്ററിനെ ഞാൻ y എന്ന് വിചാരിക്കുന്നു. അപ്പോൾ y ആണെങ്കിൽ അവിടെ y/4 ആയിരിക്കും. അതായത് ഇവിടെ ചെയ്തത് എക്സ് എന്നും y എന്നും വിചാരിച്ചു നമ്മൾ കട്ട് ചെയ്ത 2 പീസസിനെ. ഈ 2 പീസിൽ ഒന്ന് x സെൻറ്റിമീറ്റർ നീളവും ഒന്ന് y സെൻറ്റിമീറ്റർ നീളമെന്ന് വിചാരിച്ചു. അപ്പോൾ x സെൻറ്റിമീറ്റർ നീളം മുറിച്ച സാധനമാണ് നമ്മൾ ട്രയാങ്കിളാക്കി മാറ്റിയതെങ്കിൽ ടോട്ടൽ ലെന്ത്, അതായത് ട്രയാങ്കിളിലെ പെരിമീറ്റർ, അത് x സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് x/3 ആയിരിക്കും. അതുപോലെ അടുത്ത പീസ്, അതിനെ നമ്മൾ ബെൻഡ് ചെയ്ത് സ്ക്വയർ ആണ് ആക്കിയത്. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് ഈ y, അതായത് ആ കട്ട് ചെയ്ത പീസിൻ്റെ ടോട്ടൽ ലെന്ത് അത് y എന്നെടുത്തു. അതിനെ വളച്ച് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കിയാൽ അപ്പോൾ 4 സൈഡ് വേണം സ്ക്വയറിന്. അതുകൊണ്ട് y ആണ് അതിൻ്റെ ടോട്ടൽ ലെന്തെങ്കിൽ y/4 ആയിരിക്കും ഒരു സൈഡ്. ഇനി ഈ വയർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് നമുക്ക് x+y ആണ്. നമ്മൾ എക്സും വൈയുമായിട്ട് കട്ട് ചെയ്തു. x സെൻറ്റിമീറ്റർ നീളവും y സെൻറ്റിമീറ്റർ നീളവുമായിട്ട് കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ആകെ ലെന്ത് 3.5 മീറ്റർ, 3.5. പിന്നെ നമുക്ക് എളുപ്പത്തിൽ x+y ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാം. അതായത് ചെയ്തിട്ടുള്ളതാണല്ലോ. 2 × 3 6, 6 + 1 7, 7/2 എന്ന് എടുത്തു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്താൽ വെച്ചു. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്കൊരു ഇക്വേഷൻ ഫോമിലേക്ക് കിട്ടാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അവിടെ ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് ആ ഒരു രീതിയിൽ ചെയ്തു പോകുന്നു. സിസ്റ്റമാറ്റിക്കായിട്ടൊരു വഴി വരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ പ്രോബ്ലം ഇപ്പോൾ ഇത്ര ഒന്നും ചെയ്തില്ലെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ വഴിയുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, 7 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാതെ 4 കഷ്ണമോ 3 കഷ്ണമോ ആക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇത് എളുപ്പമാണെങ്കിലും ഇതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും സ്ക്വയറിൻ്റെ ഒരു സൈഡും അത് ഈക്വലാണ്. അതായത് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് x/3 ആണ്, അതുപോലെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് y/4 ആണ്. ഇവിടെ x/3 ഈക്വൽ ടു y/4 എന്ന് നമുക്കെടുക്കാം. അതിൽ നിന്ന് അപ്പോൾ നമുക്ക് x ഈക്വൽ ടു അല്ലെങ്കിൽ y ഈക്വൽ ടു എന്ന് നമുക്കൊരു ഇക്വേഷൻ ആക്കിയാൽ, ഇവ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതിൽ ഒരു വാല്യൂ എടുത്ത് ആദ്യത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
നമുക്ക് ആ 2 വേരിയബിൾ 1 വേരിയബിൾ ആയിട്ട് മാറും. ആ വേരിയബിൾ അതിനെ സോൾവ് ചെയ്താൽ എക്സ് അല്ലെങ്കിൽ വൈ ഒന്ന് കണ്ടുപിടിച്ചാൽ അത് ഒരു ഇക്വേഷൻ കൊടുത്താൽ രണ്ടാമത്തെ വേരിയബിളും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എക്സും വൈയും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതിനെ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്ന് മാറ്റി ഈ മെത്തേഡിന് പറയാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നാണ്. അതായത് ഒരു വേരിയബിൾ മാത്രമാക്കി എടുക്കും. ഇത് നമ്മൾ പഠിക്കാനുള്ളത് മറ്റൊരു സംഭവമാണ് എലിമിനേഷൻ മെത്തേഡ്. അപ്പം നമ്മൾ ഈ 2 ഇക്വേഷനെ ഒരേപോലെ എഴുതി ആ ഇക്വേഷനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഒറ്റ വേരിയബിളാക്കി മാറ്റും. 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള 1 വേരിയബിൾ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ കൊണ്ടുപോയി നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അവസാനം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക, 1 വേരിയബിൾ ആക്കി മാറ്റിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കിവിടെ എക്സും വൈയും 2 വേരിയബിളുണ്ട്. ആ 2 വേരിയബിളിൽ നിന്നും നമുക്ക് ആ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒറ്റ വേരിയബിളിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നമ്മളിനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × x 4x ഈക്വൽ ടു 3 × y 3y എന്ന് കിട്ടും. ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയ 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 4x/3 ഈക്വൽ ടു y എന്ന് നമുക്ക് കിട്ടും. അതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ y ഈസ് ഈക്വൽ ടു 4x/3 എന്ന് എഴുതി അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. y ഈസ് ഈക്വൽ ടു 4x/3 ആണ്. ഇനി നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ നമുക്കിതിനെ കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ x പ്ലസ് വൈ ഈക്വൽ ടു 3.5 അതിനെ നമ്മൾ 7/2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വൈയുടെ വാല്യൂ y ഈസ് ഈക്വൽ ടു 4x/3 ആണ്. അപ്പോൾ നമ്മൾ വൈക്ക് പകരം 4x/3 എന്നുള്ള വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സ് തന്നെ എഴുതി എക്സ് പ്ലസ് വൈക്ക് പകരം 4x/3 എന്ന് എഴുതി ഈക്വൽ ടു അത് 7/2 ആണ്. ഇപ്പോൾ നമുക്ക് y എന്നുള്ള വേരിയബിൾ ഇവിടെ ഇല്ല, എക്സ് എന്നുള്ള ഒറ്റ വേരിയബിളാണ്. ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളാണ്. ഒരു ചരം, മലയാളത്തിൽ ചരം എന്ന് പറയും. എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ലെറ്റേഴ്സിനെ. ഇവിടെ നമുക്ക് ഒരു ചരം മാത്രമുള്ള ഒരു സമവാക്യമാണ്. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ അതിവിടെ ഈ ഇക്വേഷനിൽ കൊടുത്താൽ y ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് വൈയുടെ വാല്യൂയും കിട്ടും. ഞാൻ വീണ്ടും പറയുന്നു, ഈ കണക്ക് ഇതിലും എളുപ്പത്തിൽ ചെയ്യാം, പക്ഷേ ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴിക്ക് കുറച്ച് വിശദീകരിച്ച് ഈ കണക്ക് ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് പർട്ടിക്കുലർ ഈ പ്രോബ്ലത്തിന് മാത്രമായിരിക്കും പറ്റുക, എല്ലാ പ്രോബ്ലത്തിനും പറ്റണമെന്നില്ല. അപ്പോൾ വഴി കുറച്ച് വിശദമായി പോയെന്നോർത്ത് സംശയിക്കേണ്ട. ഈ ഒരു മെത്തേഡ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എക്സ് പ്ലസ് 4x/3 ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യും? 3 × x നമുക്ക് ചെയ്യാം. അതായത് 3 × x 3x പ്ലസ് 4x ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 7/2. സാധാരണ നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നത്തെ നമ്മൾ ചെയ്യുന്ന അത് ഭിന്നസംഖ്യയിൽ കൂട്ടുന്ന പോലെ ഇവിടെ x/1 ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ 1.5 എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് 2 × 1 2 + 1 ആണ്. അതായത് 2 + 1/2 ഈക്വൽ ടു 3/2 എന്ന് എഴുതുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 × x 3x പ്ലസ് 4x ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു നമുക്ക് 7/3. ഇനി 3x പ്ലസ് 4x അത് 4 3 7 7x ആണ്. 7x/3 ഈക്വൽ ടു 7/2 ആണ്. ഇനി 7x ഈക്വൽ ടു 7/2 ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്ററിൽ അതായത് ഛേദമായി കിടക്കുന്ന ഹരിക്കാൻ കിടക്കുന്ന 3നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു ഇൻറ്റു 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു ഈ 7 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 കൂടെയുണ്ട്. ഈ 7xൻ്റെ ഈ 7നെയും കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ 7 മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 × 7 എഴുതാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 7 കട്ടായി പോകും. ഈക്വൽ ടു നമുക്ക് 3/2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 3/2 ആണ്. ഈക്വൽ ടു 3/2 ആണെങ്കിൽ 3ൻ്റെ പകുതി, അതായത് 1.5 നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാം.
ക്വസ്റ്റിനകത്ത് 3½ എന്നാണ് തന്നിരിക്കുന്നത്, അത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 3/2 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് y വേണം. y ഈക്വൽ ടു നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. y ഈക്വൽ ടു 4x/3 ആണ്. ഈക്വൽ ടു 4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 3/2 അല്ലെങ്കിൽ 4/3x എടുക്കാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ 4/3x. അപ്പോൾ 4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 3/2 ഈക്വൽ ടു, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഇവിടെ 3യും ഈ 3യും കട്ടായി പോകും. അപ്പോൾ 4/2 എന്ന് ആൻസർ കിട്ടും. ഈക്വൽ ടു 2. എക്സ് വൈയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 3/2 അല്ലെങ്കിൽ 1½ ആൻഡ് y ഈസ് ഈക്വൽ ടു 2. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ എക്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സാമിന് ആൻസർ എഴുതുമ്പോൾ ഉത്തരം ചെയ്താൽ മതി. എങ്കിലും ഒന്ന് നോക്കാം. ഇവിടെ എക്സിൻ്റെ വാല്യൂ, അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ് അത് 1.5 മീറ്റർ ആണ്. അതായത് 3 സൈഡ്, അപ്പോൾ 1/2 മീറ്റർ വീതം 50 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് 3 സൈഡ്. അതുപോലെ വൈയുടെ വാല്യൂ 2 ആണ്, അതായത് 4 സൈഡ്, അപ്പോൾ 1/2 മീറ്റർ വെച്ചിട്ട് 4 സൈഡ്. അപ്പോൾ 1/2 മീറ്റർ ആണ് ഓരോ സൈഡ്. ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 1/2 മീറ്റർ ആണ്, സ്ക്വയറിൻ്റെ ഒരു സൈഡും 1/2 മീറ്റർ ആണ്. അപ്പോൾ 1/2 മീറ്റർ വെച്ചിട്ട് 4 സൈഡ് സ്ക്വയറിന്, അപ്പോൾ 2 മീറ്റർ. 1/2 മീറ്റർ വെച്ചിട്ട് 3 സൈഡ് ഈക്വലോട്ട് ട്രയാങ്കിളിന്, അപ്പോൾ അവിടെ 1.5 മീറ്റർ. ഈ 2 മീറ്ററും 1.5 മീറ്ററും കൂട്ടിയാൽ, അപ്പോൾ ഇതിനെ ആ വയറിനെ കട്ട് ചെയ്ത് 1.5 മീറ്ററും 2 മീറ്ററുമുള്ള ഓരോ പീസായിട്ടാണ് കട്ട് ചെയ്തത്. ആ 1.5 മീറ്ററും 2 മീറ്ററും കൂട്ടിയാൽ നമുക്ക് 3.5 മീറ്റർ ടോട്ടൽ ലെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് 5th ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? ഒരു ക്ലാസ്സിൽ there are 4 more girls than boys. ആൺകുട്ടികളെക്കാളും 4 പേര് കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. There are 4 more girls than boys. On a day, ഒരു പർട്ടിക്കുലർ ഡേയിൽ, ഒരു പ്രത്യേക ഒരു ദിവസം, when only 8 boys were absent, 8 ആൺകുട്ടികൾ ആബ്സെൻ്റ് ആണ്. അപ്പോൾ the number of girls was twice the number of boys. അപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ്. twice the number of boys ആണ് ഗേൾസിൻ്റെ എണ്ണം. How many boys and girls are there in the class? ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു എക്സ് എന്നെടുത്തു, നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു വൈ എന്നും എടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് there are 4 more girls than boys. ആൺകുട്ടികളുടെ എണ്ണത്തെക്കാളും 4 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ നമുക്ക് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. y ഈക്വൽ ടു എക്സ് പ്ലസ് 4 ആണ് ആൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ. ഇത് നമുക്കൊരു ഇക്വേഷൻ ആക്കി അവിടെ നോക്കാം. ഇനി 8 ബോയ്സ് ആബ്സെൻ്റ് ആയപ്പോൾ, when 8 boys were absent, 8 ആൺകുട്ടികൾ ആബ്സെൻ്റ് ആയപ്പോൾ അവിടെ നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു എക്സ് മൈനസ് 8 ആയിരിക്കും. കാരണം ആകെ എക്സ് എണ്ണം ബോയ്സ് ആണുള്ളത്, അതിൽ നിന്നും 8 പേര് ആബ്സെൻ്റ് ആയി, അപ്പോൾ ആ എക്സിൽ നിന്നും 8 കുറയ്ക്കും, അപ്പോൾ എക്സ് മൈനസ് 8 ആയിരിക്കും ആൺകുട്ടികളുടെ എണ്ണം. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 8 പേര് ആബ്സെൻ്റ് ആയ ദിവസം ഈ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ചോയ്സ് ആണ്, അതിൻ്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം y ആണ്, പെൺകുട്ടികൾ ആബ്സെൻ്റ് ആയിട്ടില്ല അന്ന്. അപ്പോൾ 2 ഇൻറ്റു അന്നത്തെ നമ്പർ ഓഫ് ബോയ്സ്, അതായത് എക്സ് മൈനസ് 8, അതായത് അന്ന് പ്രസൻ്റ് ആയിരിക്കുന്ന കുട്ടികൾ എക്സ് മൈനസ് 8 ആണ് ആൺകുട്ടികൾ, അവരുടെ എണ്ണത്തിൻ്റെ ഇരട്ടി, അതായത് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈക്വൽ ടു അതാണ് നമ്പർ ഓഫ് ഗേൾസ് ആബ്സെൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് y ആണ്, y. അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 8 ഈക്വൽ ടു y എന്നുള്ളത് നമ്മൾ എക്സും വൈയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് തമ്മിലുള്ള റിലേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ വൈനെ മാറ്റി അതിന് പകരം എക്സ് പ്ലസ് 4 എന്നാക്കി. അപ്പോൾ ഇവിടെ എക്സ് എന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എളുപ്പത്തിൽ എക്സും വൈയും കണ്ടുപിടിക്കാം, ആൻസർ ആവും.
അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇതിനെ ഈ ബ്രാക്കറ്റ് മാറ്റാൻ 2 ഇൻറ്റു എക്സ് 2 എന്നും 2 ഇൻറ്റു എക്സിനെ ഗുണിക്കണം, അതുപോലെ 2നെ ഈ -8 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഇതിൻ്റെ ബ്രാക്കറ്റ് മാറ്റാം. അപ്പോൾ 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു -8 മൈനസ് 2 ഇൻറ്റു 8 16 60 ഈക്വൽ ടു എക്സ് പ്ലസ് 4 നേടി. സാധാരണ ഇനിയിപ്പം ഇത് 1 വേരിയബിൾ ഉള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് വേരിയബിളിനെ എക്സിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, നമ്പേഴ്സിനെല്ലാം അപ്പുറ സൈഡിൽ ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ 2x ഉണ്ട്, 2x ഇവിടെ എഴുതി 2x. ഇനി ഇവിടുത്തെ എക്സ്, ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എക്സിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ എക്സ് ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു മൈനസ് ആവും. 2x മൈനസ് എക്സ് ഈക്വൽ ടു ഇവിടെയുള്ള 4 എഴുതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഈക്വൽ ടു സൈനിൻ്റെ 2 സൈഡിലേക്ക് മാറ്റുമ്പോൾ പ്രത്യേകിച്ചും അവിടെ ഉള്ള എന്താണോ അതിൻ്റെ സൈഡിനോടുകൂടി അവിടെ നിർത്തിയതിന് ശേഷമേ ഈ സൈഡിൽ നിന്നും കൊണ്ടുവന്നവരെ ഇപ്പുറത്തേക്കും എഴുതാവുള്ളൂ. പലരും ചെയ്യുന്നത് ഞാൻ കണ്ടു, ആദ്യം കയറി കൊണ്ടുവരുന്ന ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഈ 16 ഇങ്ങോട്ട് മാറ്റണം. ആ 16 ആദ്യം കൊണ്ട് എഴുതി വെക്കും. അപ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സൈൻ മാറാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മൈനസ് വരുമ്പോൾ ഇപ്പോൾ 4+ നമുക്ക് കിട്ടുള്ളൂ. ചില സമയത്ത് ഇവിടെ പ്ലസ് കിടക്കുന്ന മൈനസ് ആണ് വരുന്നതെങ്കിൽ 4 നിന്നും 16 കുറയ്ക്കേണ്ടതിന് പകരം ചിലപ്പോൾ അത് 16-ൽ 4 കുറച്ച് നോക്കും. അപ്പോൾ അവിടെ മൈനസ് സൈൻ വരും. അങ്ങനെ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ കണക്കിൽ ഇത് പ്രശ്നമില്ല, എടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ 2x ഇവിടെ എഴുതി, എന്നിട്ട് ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ എക്സ് മൈനസ് ആയി. ഇനി ഇവിടെയുള്ള 4നെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ 16നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ 16 മൈനസ് ആണ്, -16 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് +16 ആയി. ഇപ്പോൾ 2xൽ നിന്ന് എക്സ് കുറച്ച് 2x മൈനസ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് നമുക്കറിയാം. എക്സ് ഈക്വൽ ടു 16 4 20. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് 20 എന്ന് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് അടുത്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് അല്ലാണ്ട് ഡയറക്റ്റ് y = x + 4 എന്നറിയാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള ആ വേർഡ്സൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് y = x + 4 ആണ് ഈക്വൽ ടു 20 + 4 ആണ് ഈക്വൽ ടു 24 24. നമുക്ക് x = 20 എന്നും y = 24 എന്നും കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് = 20 ആണ്, നമ്പർ ഓഫ് ഗേൾസ് = 24 ആണ്.